നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം ടെൻഷൻ ആവണ്ട. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സോഫി. മാഡത്തിന്റെ ഒരു അത്യാവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ. പിന്നെ 3 മാസം കഴിയുമ്പോ ജോസഫ് ഓസ്ട്രേലിയയിൽ നിന്ന് വരും. അതുവരെ നന്ദു ഇവിടെ നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇല്ല സോഫി, 3 മാസമൊന്നും സമയം എടുക്കില്ല. അതിനു മുമ്പ് ഇതിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അവൾ എങ്ങോട്ട് രക്ഷപ്പെട്ടാലും അരമണിക്കൂറിനുള്ളിൽ കുഴഞ്ഞു വീഴും. അത്രയും ഡോസുള്ള മരുന്നാ ഞാൻ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. അവള് വല്ല വണ്ടിക്കടിയിലും പെട്ട് വീണ തീർന്നു. എന്റെ അനിയത്തി എവിടെ നിതീഷ്? എന്റെ പൊന്നേട്ടത്തി, അത് ഞാൻ എങ്ങനെ അറിയാനാ? ഇപ്പൊ വീട്ടിൽ വന്ന് കേറിയപ്പോഴല്ലേ ഞാനും സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. ദൈവത്തെ ഓർത്ത് നീ എന്നോട് കള്ളം പറയരുത്. നീ അറിയാതെ അവൾ എവിടെയും പോയില്ലെന്ന് എനിക്ക് ഉറപ്പാ. സത്യം പറയും. അവളിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നീ വിളിച്ചിട്ടല്ലേ? നിന്നെ കാണാനല്ലേ? നന്ദുവിന് കൂട്ടുകാരെന്ന് പറയാൻ വേറെ ആരുമില്ല. ആരെയും കാണാനായിട്ട് അവൾ അങ്ങനെ പോവാറുമില്ല. അവളുടെ അവസ്ഥ നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്നല്ലേ. അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞല്ലടാ. അവള് നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുക. ഒന്ന് പറ നിതീഷ്, എന്താ സംഭവിച്ചത്? അവൾ എവിടെ ഉള്ളത്? അവൾ സേഫ് ആണെന്ന് മാത്രം എനിക്കറിഞ്ഞാ മതി. അതെങ്കിലും ഒന്ന് പറ. ഏട്ടത്തി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. അവളുടെ വയറ്റിൽ വളർന്നത് എന്റെ കുഞ്ഞു തന്നെയാ. പക്ഷെ അവൾ എങ്ങോട്ടാ പോയതെന്നോ എന്തിനാ പോയതെന്നോ എനിക്കറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. ചെയ്ത കാര്യങ്ങളല്ലേ എനിക്ക് ഏൽക്കാൻ പറ്റൂ. ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഏൽക്കാനാ? ഇത് എവിടേക്ക് പോയതാണെന്നോ ആരുടെ കൂടെ പോയതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചേക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നേത്രസഞ്ജീവനി എന്നൊരു ഔഷധ ചെടിയുണ്ട്. രാമരാവണ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ പിഴുതെടുത്തുകൊണ്ടുവന്ന മരുത്വ മലയിൽ തിരിച്ചറിയപ്പെടാത്ത അത്തരം അനേക ഔഷധങ്ങളുണ്ടായിരുന്നു. പഞ്ചകൈലാസവനത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ചിതറിക്കിടക്കുന്ന
ആ ഔഷധ സസ്യങ്ങളുടെ ഗുണവും മണവും തിരിച്ചറിഞ്ഞതേ ഞങ്ങളുടെ പഴയ തലമുറയിലുള്ള ആദിവാസികളാ. ആ അറിവൊന്നും കാട് വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. പോയാലോ വലിയ വലിയ മരുന്ന് കമ്പനിക്കാര് വന്ന് കാടും കൂടി അങ്ങ് കുളം തോണ്ടും. കണ്ണും കാതും മൂക്കും നാക്കും തൊലിയും എല്ലാം കൂടി ചേരുന്നതാ ഉയിര്. 5-1 പോയാ ഉയിരിൽ ഒരു ഭാഗം കെട്ടു. കണ്ണിന്റെ കെട്ടുപോയ ഉയിര് നാഡീഞരമ്പിലൂടെ പുനർജീവിപ്പിക്കുന്ന മരുന്ന നേത്രസഞ്ജീവനി. പൗർണമി രാത്രിയിൽ പറിച്ചെടുത്ത് സൂര്യപ്രകാശം കാണാതെ ചാലിച്ചെടുക്കുന്ന നേത്രസഞ്ജീവനിക്ക് കണ്ണിന്റെ ഉയിര് കാക്കാൻ കരുത്തുണ്ടാകൂ. കൺപോളകൾക്ക് മുകളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന സഞ്ജീവനി ലേപനം നാഡീഞരമ്പുകളെ തട്ടിയുണർത്തും. കെട്ടുപോയ കാഴ്ച തിരിച്ചു കിട്ടും. ആ തലയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നാഡീഞരമ്പുകളിലൂടെ തലച്ചോറിലേക്ക് ഒരു തണുപ്പ് ഊറിയിറങ്ങും. ഒരു മയക്കം ഉണ്ടാവും. മയക്കം ഉണരുമ്പോ മുത്തപ്പൻ കണ്ണിന്റെ കാഴ്ച തെളിച്ചു കൊടുക്കും. നന്നായി പ്രാർത്ഥിച്ചോളൂ. കാത്തോണേ മുത്തപ്പ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരെ കിട്ടിയ എന്ത് ചെയ്യണമെന്ന് അറിയാലോ. രോഹിത്തിനെ കിട്ടിയാൽ അപ്പോഴേ അങ്ങ് തട്ടിയേക്കാൻ സാറേ. ഈയിടെ പൊട്ട, തനിക്ക് ബുദ്ധി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോടോ? സോറി സാർ, എന്താ വേണ്ടതെന്ന് ബോസ് സാർ എന്നെ അങ്ങ് പറയണം. എടോ, നാട്ടില് പട്ടാ പകല് താൻ ഒരുത്തന്നെ വെടിവെച്ച് കൊന്നാലും ഞാൻ ഊരിയെടുക്കാം. അതുപോലുള്ള പ്രദേശങ്ങളിൽ അങ്ങനല്ല. അവിടെയാ മനുഷ്യാവകാശ കമ്മീഷനും മാങ്ങാത്തൊലിയേക്കാൾ കൂടുതലും. എടോ, അവിടെ ഒരു ജീവൻ പൊലിഞ്ഞാലേ ഈ ഹ്യൂമൻ റൈറ്റ്സുകാരും NGOകളും ഒക്കെ വന്ന് ഈച്ച പോലെ വന്ന് പൊതിയും. അല്ല, ബോസ് സാർ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, അവനെ കിട്ടിയ തൂക്കി എടുത്തോണ്ട് പൊക്കോണം. ആര് കണ്ടാലും അത് വിഷയമല്ല. രാത്രി ഉൾവനത്തിൽ വെച്ച് വേണം കാര്യം സാധിക്കാൻ. തന്റെ പിസ്റ്റൾ ഉണ്ടല്ലോ, 1-2 വെടി, എന്നിട്ട് തോക്ക് കാട്ടിലേം കളഞ്ഞേക്കണം. താൻ അവനെ സെറ്റിൽമെന്റ് കോളനിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന വഴി മാവോയിസ്റ്റുകൾ ആക്രമിച്ചു. അവൻ വെടിയേറ്റ് ചത്തു. താൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അടുത്ത റിപ്പബ്ലിക് ഡേക്ക് തനിക്ക് ധീരതയ്ക്കുള്ള ഒരു പോലീസ് മെഡൽ കൂടി ഞാൻ വാങ്ങിച്ചു തരാടോ. അത് ചന്ദ്രബോസിന്റെ പകരം ബോണസ് ആണെന്ന് കൂട്ടിക്കോ. താങ്ക് യു ബോസ് സാറേ. അപ്പോ രോഹിത്തിന്റെ മരണം നിയമത്തിന്റെ മൗനാനുവാദത്തിൽ, അല്ലെങ്കിൽ തന്നെ പണമുള്ളവർക്കെതിരെ പൊക്കുന്ന തലയൊക്കെ ചവിട്ടി താഴ്ത്തണമെന്ന എന്റെ പോളിസി. ഒരിക്കൽ കാലൻ സീലടിച്ചതല്ലേ, അവനങ്ങ് പോട്ടേന്ന്. താൻ അവിടെ നിന്ന് ഗീർവാണം അടിക്കാതെ കാര്യം സാധിക്കാൻ നോക്ക്. ആ ശരി സാറേ. ഇവരിവിടെ പോയില്ലേ? നിങ്ങളൊന്നും കേട്ടില്ലല്ലോ അല്ലേ? ഞാനൊന്നും ശ്രദ്ധിച്ചില്ല സാറേ. പിന്നെ നിങ്ങൾ എന്താ പോകാതെ നിന്നത്? അല്ല, സാറിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി തന്നില്ലല്ലോ. ആ എന്നാ പറയ്. ദേ, ഇവനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കണ്ടിട്ടുണ്ട് സാറേ. എനിക്ക് പയ്യനെ അറിയാം. എവിടെ? പറയൂ, എവിടെ വെച്ചാ അവനെ കണ്ടിട്ടുള്ളത്? പത്രത്തിലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് സാറേ. ഈ പയ്യനല്ലേ സൂസൈഡ് പോയിന്റിൽ നിന്ന് താഴെ വീണ് കാണാതായത്? ഈ പുഴുങ്ങിയ മറുപടി പറയാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഇത്രയും സമയം ഇവിടെ കാത്തത്? എന്തു പറ്റി സാറേ? എന്തു പറ്റാനാ? നിങ്ങളെ പാട് നോക്കി കറിപ്പോ.
ഏതാണ് ഈ സ്ത്രീ? വിജയനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ ഈ ഉത്തരം മുട്ടിയുള്ള കളികളും അവിടെ എവിടെയും തൊടാതെയുള്ള മറുപടികളും കേൾക്കുമ്പോ തന്നെ അറിയാം ഇന്നലത്തെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് തക്കതായ കാരണമുണ്ടെന്ന്. അർച്ചനടുത്തി അല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥാനത്തുണ്ടോ? എന്നോട് ഏട്ടന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം, ഏട്ടനോട് ചോദിക്കാൻ. അപ്പൊ പറയേണ്ടി വരുമല്ലോ. നീ എന്താ വായി തോന്നൊക്കെ ചോദിക്കുന്നേ? ഞാനൊന്നും മിണ്ടാ നിൽക്കുന്നെന്ന് കരുതി എന്റെ തലക്കറി നിരങ്ങുവാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങളായി തന്നെ തീർത്തോളാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് വഷളാക്കരുത്. പറഞ്ഞേക്കാം, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയണോന്ന്. അതൊന്നും വേണ്ട സച്ചേട്ടാ. പാവ ഏട്ടത്തെ കരഞ്ഞ മുഖത്തോടെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. അതിന് കാരണക്കാരി ഞാൻ മാത്രമാണല്ലോ എന്ന് ആലോചിച്ചപ്പോ അതിലും സങ്കടം തോന്നി. അതുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇത്രമാത്രം കാപട്യം കാണിക്കാൻ നീ വളർന്നൂന്ന് ഇപ്പഴാ ഞാൻ മനസ്സിലാക്കുന്നേ. ഞാൻ കരുതിയത് നിനക്ക് സച്ചി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും എന്നോടാണെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി അത് വെറും തോന്നല് മാത്രമാണെന്ന്. അയ്യോ എടുത്തി, ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. സച്ചേട്ടൻ വന്നപ്പോ ഞാനൊരു തമാശ പറഞ്ഞത് സച്ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ആ തമാശയൊന്ന് കേക്കട്ടെ. അല്ല, അതെന്ത് തമാശയാ? ഒരു തമാശ കേട്ട പാടെ ഒരുത്തം വീട് നടുങ്ങുന്നത് പോലെ ദേഷ്യപ്പെടുക, വീടിനകത്തുള്ള സാധനങ്ങൾ വലിച്ചെറിയുക. അങ്ങനെയുള്ള തമാശ ഞാനും കൂടെ അറിയണമല്ലോ. അച്ചുവേട്ടത്തെ സച്ചേട്ടൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം സച്ചേട്ടൻ ഓർത്തോ, അച്ചുവേട്ടത്തിന്റെ മുഖം സങ്കടപ്പെട്ട അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് എന്നെയും സന്ദീപേട്ടനെ ആയിരിക്കും. കാരണം അച്ചുവേട്ടത്തിന് ഞങ്ങൾക്ക് വെറും ഒരു ഏട്ടത്തി മാത്രമല്ല, എല്ലാമാണ്, എല്ലാം. നീ എന്നെ വെറും മണ്ടിയാക്കിയതാണോ അതോ ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നതാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല. എനിക്കൊന്നും അറിയില്ല എടുത്തി. തോന്നുന്ന പോലെയാ സച്ചേട്ടൻ പെരുമാറുന്ന. ചില നേരത്ത് എന്താന്ന് ചോദിക്കാൻ പോലും പേടിയാ. അവൻ ഇന്നലെ എന്തിനാ ഡ്രസ്സുകളൊക്കെ കട്ടില് വാരി വലിച്ചെറിഞ്ഞത്? അത് ഞാൻ ദേഷ്യം വന്നപ്പോ എടുത്തിട്ടതേ എടുത്തി. അതിന് ദേഷ്യം പിടിച്ച സച്ചേട്ടൻ അതൊന്നുകൂടെ എടുത്തെറിഞ്ഞതാ. ഇവളിൽ നിന്നും ഒരു സത്യവും കിട്ടുമെന്ന് കരുതണ്ട. ഇവർക്കിടയിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ ചോദിച്ചാലും ഇവള് പറയില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം സ്വയം ഏൽക്കും, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാക്കും. ഞാൻ കണ്ടുപിടിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ? എടാ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറ. ഞാൻ മാളൂനെ രക്ഷിക്കാൻ ശ്രമിച്ചതാ. ആ സമയത്ത് മഹീനെ ആക്രമിച്ചു. മാളു, അവളെ നീ എവിടെ വെച്ച് കണ്ടു? അവള് റോഡിലൂടെ തനിയെ പോകുന്ന കണ്ടു. എന്റെ ഈശ്വര, കൊച്ചു കുഞ്ഞില്ലേ അവള്. വീട് വിട്ടിറങ്ങിയതാണെന്ന് മനസ്സിലായി. ആരെങ്കിലും അവളെ പിടിച്ചോണ്ട് പോയതെന്ന് കരുതിയാ ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചത്.
ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണെന്ന് കരുതി മഹി വന്നെന്നെ ആക്രമിക്കുകയായിരുന്നു. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? മാളു വീട് വിട്ടിറങ്ങിയെന്നോ? അവളുടെ അമ്മയെ കൊന്ന ആളിനൊപ്പം എങ്ങനെ അവൾ ജീവിക്കും? അതുകൊണ്ടായിരിക്കും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനിയൊന്ന് സംഭവിച്ചേക്കാം. അപ്പോ മാളൂന് ആ വീട്ടിൽ ഒരു സുരക്ഷയില്ലാതായോ? അവൾക്ക് അവിടെ ഒരു സുരക്ഷയില്ലാത്തതിന്റെ തെളിവല്ലേ ഇന്ന് നടന്ന സംഭവം. മാളൂനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് നമ്മൾ കൊടുക്കുന്ന സംരക്ഷണം മഹിയുടെ വീട്ടുകാരിൽ നിന്ന് കിട്ടില്ലമ്മേ. കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് തോന്നുന്നു. ഗൗരിയെ കൊന്ന പോലെ നാളെ മാളൂനെയും മഹിയോ അവന്റെ ബന്ധുക്കളും ഇല്ലാതാക്കി കൂടുന്നില്ലല്ലോ. കുഞ്ഞിനെ അവര് നമുക്ക് വിട്ടുതരുമോ മോനെ? മാളൂനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണോ അമ്മേ? അവൾ ഈ വീട്ടിലെ വളരേണ്ടത്. നിന്റെ പെങ്ങളുടെ കുട്ടിയാണ് മഹിക്കെതിരെ നിനക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആയുധം. കുട്ടി നിന്റെ കസ്റ്റഡിയിലായാൽ മഹിയെ വേദനിപ്പിക്കാൻ പല അവസരങ്ങളും നിനക്ക് കിട്ടും. മഹിയുടെ സ്വത്തുക്കളുടെ വലിയൊരു ഭാഗം നിന്റെ കൈവശമാകും. കേസിൽ കോടതി വെറുതെ വിട്ടതിന്റെ അഹങ്കാരത്തിലാ മഹി. അവന്റെ അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. അവനെ ഞാൻ വെറുതെ വിടില്ല. മഹിയെ വെറുതെ വിടരുതെന്നാ മോനെ എന്റെ ആഗ്രഹം. എന്റെ മോക്ക് ശരിയായ നീതി ലഭിച്ചിട്ടില്ല. നമുക്ക് വക്കീലിനെ ഒന്നുകൂടി കാണണം മോനെ. കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോണം. മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കണം. അക്കാര്യത്തിൽ ഇനി ഒരു മാറ്റവും വേണ്ട. മോളെ, ഇപ്പൊ നടക്കുന്നതെല്ലാം അറിഞ്ഞ് നിന്റെ ആത്മാവ് കരയുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. നിനക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു ദിവസം വരുമോളെ. മഹി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനന്തരവളായ സഞ്ജനയെ രംഗത്തിറക്കി കളിച്ചത് ഗൗതമ. ഒരിക്കലും അല്ല. ഗൗരി തിരിച്ചു വന്ന വിവരം ഞാൻ അറിയുന്നത് ഈ അടുത്ത സമയത്താ. അതും അവളുടെ മാനേജർ നമ്പീശൻ എന്നെ തേടി വന്നപ്പം. ഞാൻ വിദേശത്ത് എവിടെ ജോലി ചെയ്യുന്നു എന്നാ ഗൗരി കരുതിയിരുന്നത്. ദേ, മംഗലശ്ശേരി ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഗൗതമുണ്ടെന്നറിഞ്ഞ അയാൾ എന്നെ തേടിയെത്തിയത്. ഞാൻ അവളെ കണ്ടപ്പോ നിന്നെ കല്യാണം കഴിച്ച കാര്യമൊന്നും ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം മാത്രമേ അവൾക്കറിയാവൂ. മംഗലശ്ശേരിക്കാരോടുള്ള പക തീർക്കാൻ മാത്രമാ അവളിപ്പോ വന്നിരിക്കുന്നത്. പിന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും വേണം. അപ്പോ സ്വാതി ആക്രമിച്ചത് ഗൗരി തന്നെയാണോ? എനിക്ക് അതേപ്പറ്റി അറിയില്ല. ഞാൻ ആ കാര്യം ചോദിച്ചതുമില്ല. പക്ഷേ നീ ചോദിച്ച ചോദ്യം എന്റെ മനസ്സിലുമുണ്ട്. അത് അവള് തന്നെയായിരിക്കും. നീ കരുതുന്ന പോലെയല്ല ഗൗരിയുടെ ഇപ്പോഴത്തെ നില. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപയാ അവൾ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിൽ അവൾ എത്തിക്കഴിഞ്ഞു. മംഗലശ്ശേരിയിലെ സകലരെ അവസാനിപ്പിക്കുകയാണ് അവളുടെ ലക്ഷ്യം. അവൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ മംഗലശ്ശേരിയിലെ ആർക്കും കഴിയില്ല. അവളുടെ മനസ്സിലിരി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളുടെ മുന്നിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയത്. നാളെ നിന്റെ നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നാലെ നിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിനെക്കുറിച്ചും എനിക്ക് അവളോട് പറയണം. ഇപ്പോഴും ഞാൻ നിന്നെ ചതിക്കുകയാണെന്നാണോ നീ കരുതുന്നത്? ഇത്രയും പവറുള്ള ഒരാൾ കൂടെ ഉള്ളപ്പം ഞാനെന്തിനാ നിന്റെ ഒപ്പം തുള്ളേണ്ടത്? ഗൗരിയുടെ പക്ഷത്തേക്ക് കൂറുമറിയ പോരെ. എനിക്ക് എന്ത് നേട്ടങ്ങളുണ്ടായാലും ഞാൻ അതിന് തയ്യാറാവില്ല. അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ട് മാത്രമാ. പക്ഷെ ഞാൻ നിന്നെ ചതിച്ചു എന്ന് മാത്രം നീ ഇനി പറയരുത്. ഗൗരി ഇവിടെ അറിയപ്പെടുന്നത് ദക്ഷ എന്ന പേരില. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. ദക്ഷ ആരാണെന്നുള്ള കാര്യം അമ്മൂനും ദിനേശിനും അറിയാം. മാണിക്യമംഗലത്ത് അമ്മൂനും ദിനേശിനും വിളക്ക് വെക്കാൻ പോയപ്പോ ദക്ഷയോടെ വന്നിരുന്നു. അമ്മുവിനോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പെണ്ണിനെ
ഗൗരി ജീവനോടെ വെച്ചിരിക്കുന്നെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അവളിപ്പോ നിന്നോട് പെരുമാറിയത് നീ മംഗലശ്ശേരിയിൽ ഒരു അംഗമെന്ന നിലയ്ക്കാ. അവളുടെ ആ ധാരണ എനിക്ക് മാറ്റിക്കൊടുക്കണം. മംഗലശ്ശേരിയിൽ നിന്ന് ഒരു സമ്പത്തും കൊണ്ടുപോവാൻ ദക്ഷ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് വേണ്ടത് അവിടെയുള്ളവരുടെ ജീവനാ. ആ തറവാട് കുളം തോണ്ടി കാണണം. അതിന് ഏത് തലം വരെ അവള് പോകും. സഞ്ജുവിനോ നിന്റെ അച്ഛനോ ഒന്നും അവളെ തടയാനാവില്ല. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ആ പ്രതികാരാഗ്നിയിൽ നീ ബലിയാടാവരുത്. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ? മംഗലശ്ശേരിയിലെ ശത്രുവിനോട് നീ ഇപ്പോ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. ഇപ്പോഴുണ്ടായ അപമാനം നിന്റെ ഗുണത്തിനു വേണ്ടി മാത്രമാണെന്ന് നീ കരുതുക. ദക്ഷയെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള ബുദ്ധിയാണ് കാണിക്കേണ്ടത്. ഇനി അവളുടെ ആവശ്യം നിനക്കില്ലെങ്കിൽ നീ വിട്ടേക്ക്. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് കരുതി നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കാം. ഗൗതം, വണ്ടി എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു കൂടുതലൊന്നും ന്യായീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഇതെന്റെ ഊഹമോ ആരെങ്കിലും പറഞ്ഞു തന്നതോ അല്ല. പലതവണ നിങ്ങളെ കാണാൻ പാടില്ലാത്ത തരത്തിൽ കണ്ടതാ ഞാൻ. സഞ്ജു അമ്മൂനെ വിവാഹം കഴിക്കുന്നതില് എനിക്കൊരു എതിർപ്പുമില്ല. ഇവളുടെ ഭർത്താവിനെ കണ്ടെത്തി ഡിവോഴ്സ് വാങ്ങിക്കൊടുത്ത് മറ്റാരുടെങ്കിലും കൂടെ വിവാഹം കഴിപ്പിച്ച് വിടാനാ ഞാൻ ശ്രമിക്കുന്നത്. ഇനി ഇവളുടെ ഭർത്താവിനെ കണ്ടെത്തുന്ന ജോലി സഞ്ജു തന്നെ ഏറ്റെടുക്കണം. ഡിവോഴ്സ് കഴിഞ്ഞു മതി വിവാഹം. സ്വാതി യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ല സംസാരിക്കുന്ന. ഞാനും അമ്മും തമ്മില് എന്തോ ബന്ധം ഉടലെടുത്തു എന്നുള്ള സംശയം ഇവൾക്ക്. ഇതൊരു ഒളിച്ചുകളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും ഞാൻ ഈ വിവരം അറിയിക്കാൻ പോവാ. ചേച്ചി, എന്നെ സംശയിക്കാൻ എന്റെ ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു? ചേച്ചിയുടെ രാജകുമാരനെ സ്വന്തമാക്കാൻ ഞാൻ മോഹിക്കോ ചേച്ചി? അത്രമാത്രം അധപ്പതിച്ചവളാണോ ഞാൻ? ഞാനങ്ങനെ ചിന്തിക്കുന്ന ചേച്ചി കരുതി പോയല്ലോ. എനിക്കിനി മരിച്ചാ മതി. നിങ്ങൾ പല സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നതും സഞ്ജുനെ കെട്ടിപ്പിടിക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടതാ. എന്താടി, അതൊന്നും സത്യമല്ലേ? നിന്റെ മനസ്സ് ഇത്രത്തോളം ഇടുങ്ങിപ്പോയെന്ന് ഞാൻ കരുതിയില്ല സ്വാതി. നിന്നെ ഓർത്ത് അമ്മ ചുവരിൽ തലതല്ലി കരയുന്നുണ്ട് ഞാൻ പിടിച്ചു മാറ്റിയതാ നീ കണ്ടത്. നീ നേരിട്ട് കണ്ടെങ്കിൽ എന്താ സ്വാതി ഞങ്ങളുടെ സംസാരം മാത്രം കേൾക്കാതെ പോയത്? നിന്റെ മുന്നിൽ പിടിച്ചു നിന്നിട്ട് പുറത്തിറങ്ങി ഞാൻ നെഞ്ചു പൊട്ടി കരഞ്ഞു പോകുന്നത് അമ്മുവിന്റെ മുന്നിൽ മാത്രം. അതെനിക്ക് പങ്കുവയ്ക്കാൻ നിന്റെ അനിയത്തി മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഞങ്ങൾ അന്യോന്യം സങ്കടപ്പെടുന്ന ഒന്നും നീ കേട്ടില്ലേ? എന്റെ ജീവശ്വാസം പോലും നീയാ സ്വാതി. മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ്
നീ എന്നെ കൊണ്ടൊന്ന് സത്യം ചെയ്യിപ്പിച്ചപ്പോ ഞാൻ സമ്മതിച്ചെന്നത് നീ ഇവിടുന്ന് പോകുമെന്ന് ഭയന്നിട്ട. നിന്റെ മാനസികാവസ്ഥ എനിക്കറിയായിരുന്നു. ഞാനൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടുമെങ്കിൽ അത് നിന്റെ കഴുത്തി മാത്രമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ആനയെ കുളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ, ഈ തൊണ്ടൊക്കെ ഉപയോഗിച്ച്? അതുപോലെ വൃത്തിയാക്കിയാലും അവളുടെ മനസ്സിൽ അഴുക്ക് പോകുന്ന എന്റെ സംശയം. അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല കേട്ടോ ഗാർഗി. ആ, അവള് തൊട്ടടുത്തുണ്ടെങ്കിലേ ഞാൻ ഇത് തന്നെ പറയും. എനിക്കൊരു പൊന്നു മോളെയും പേടിയില്ല. ആഹാ, ഇന്നിതാണോ പ്രഭാവതി പാർവതിയെ ഏൽപ്പിച്ച ഡ്യൂട്ടി? ആരും ഏൽപ്പിച്ചൊന്നുമല്ല. ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാ. ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഈ വീടും അടുക്കളയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രഭാവതി ഇവിടെ കാലുകുത്തിയതോടെ അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ പോയി. ഗായത്രിച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വാങ്ങി നിറച്ചു. അതോടെ ഇതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിലായി. അതിനുശേഷം ഇപ്പോഴാ ഇതൊക്കെ വെള്ളം തൊടുന്നത്. എന്റെ ചേച്ചിയെ കുറിച്ച് എന്തോ കുശുമ്പോറയാണല്ലോ മൂന്നാളും കൂടി. നല്ലതൊക്കെ പറയണോന്ന് ആഗ്രഹമുണ്ട് അങ്കിളെ. പക്ഷേ എന്തെങ്കിലും നല്ലതുണ്ടായിട്ട് വേണ്ടേ പറയാൻ. ഒരു വകയ്ക്കും കൊള്ളാത്ത സാധനങ്ങളെന്ന് പറഞ്ഞ പ്രഭാവതി ഇതൊക്കെ ആക്രിയുടെ കൂട്ടത്തിൽ തള്ളിയത്. പാർവതി കഴുകി വൃത്തിയാക്കിയപ്പോ ദേ കണ്ടില്ലേ, ഓ പുത്തം പോലെ തിളങ്ങുന്നു. പുത്തനച്ചി പുരപ്പുറം തോക്കുന്നു കേട്ടിട്ടില്ലേ? അതാ ഇത്. എന്റെ അങ്കിളെ, ആസ്ഥാനത്തൊക്കെ ഈ പഴഞ്ചൊല്ലെടുത്ത് പ്രയോഗിക്കല്ലേ. പാർവതി പുത്തനച്ചിയൊന്നും അല്ലല്ലോ. പാർവതി ഇവിടെ വന്നിട്ട് കുറെ കാലമായി. ദേ ഗാർഗി, ചുമ്മാ കളിയാക്കല്ലേ. വിവരമില്ലാത്തോണ്ട് സംഭവിച്ചതാണെങ്കിലും പാർവതി ഈ വീട്ടിലെ മരുമോളാണെന്ന് പ്രതാപ സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, സമ്മതിക്കാനും പോകുന്നില്ല. പിന്നെ ഒരു മരുമോള്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ ദിനേശ. എന്ത്? ആക്രി വൃത്തിയാക്കി നല്ല പേര് നേടാനുള്ള ശ്രമം, അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വിവരമില്ലാത്ത രണ്ട് പെണ്ണുങ്ങൾ. ഇത് ചേച്ചി അറിയിക്കണം. ഹലോ, വരുന്നു. ഇതിപ്പോ പ്രഭാവതി തമ്പുരാട്ടിയുടെ കാതിലെത്തും. ഉറഞ്ഞു തുള്ളിയൊരു വരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. വരട്ടെ ചെറിയമ്മ. വന്നാലേ ഇവളെ കുറെ വഴക്കു പറയും, പോവും. അത്ര തന്നെ. പുതിയ എന്തൊക്കെയോ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സംഘം ചേർന്നൊരു ആലോചന മുറ്റത്ത് നടക്കുന്നത് ഞാൻ കണ്ടു. എതിരാളികൾ നിസാരക്കാരല്ല, അത് ഓർമ്മ വേണം. ഏത് പ്രശ്നങ്ങളെ നേരിടാനും ഞങ്ങൾ തയ്യാറാ ചെറിയമ്മ. അല്ലേ പാർവതി? ഒന്ന് സപ്പോർട്ട് ചെയ്യടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
എടി ചോദിച്ചത് കേട്ടില്ലേ? അതെവിടെയെന്ന്? അത് എന്ന് പറഞ്ഞ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഏതെവിടെയെന്ന് അമ്മ ചോദിക്കുന്നേ? ദേ ഗാർഗി, ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ചേടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ചോദ്യം വ്യക്തമാവാതെ എങ്ങനെ ഉത്തരം പറയാനാ? ഒരു ക്ലൂ തരാവോ? ഗാർഗി, എന്നെ നീ കളിയാക്കാണോ? ഇപ്പൊ ഞാനിവിടെ കണ്ടതാണല്ലോ അത്. പെട്ടെന്നങ്ങ് മാഞ്ഞുപോയോ? എന്റെ പ്രഭാവതി, നീ എന്താ കണ്ടേന്ന് പറയേ. വെറുതെ മനുഷ്യനെ പൊട്ടനാക്കാതെ. ഞാൻ കണ്ടതാണല്ലോ. അതോ ഇനി എനിക്ക് തോന്നിയതാണോ? അമ്മ ഒരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി അടുക്കി വെക്ക്. അപ്പോ അമ്മ പറയുന്ന അത് ചിലപ്പോ കിട്ടുമായിരിക്കും. എന്നെ കളിയാക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇനി നീ സംസാരിച്ച അടിച്ചു നിന്റെ പല്ല് ഞാൻ കുഴിക്കും, കേട്ടല്ലോ. ഞാൻ കണ്ടത് സത്യമാണെങ്കിൽ അതെനിക്ക് കിട്ടണം. ഒരു കാരണവശാലും അത് വിശാലിന്റെ കയ്യിൽ എത്തരുത്. അമ്മ കണ്ടത് ഏത് സാധനമാണെന്ന് പറഞ്ഞാ ഞാനത് കൊണ്ടുതരാം. ദേ, എനിക്ക് നിന്റെ ഒരു ഔദാര്യവും വേണ്ട. ഞാൻ കണ്ടതിനെ തേടി പിടിക്കാൻ എനിക്കറിയാം. ദേ, ഇത് ഉരച്ചോണ്ടിരിക്കാതെ അടുക്കള പണി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പോയേ. ഇതാണ് അമ്മ അന്വേഷിച്ച അത്. ഓ, ഗാർഗി എന്തിനാ ഒളിപ്പിച്ചു വെച്ചതാ? അമ്മ അവിടെ മറിഞ്ഞു നിന്ന് നോക്കുന്നതേ ഞാൻ കണ്ടായിരുന്നു. ഇതിൽ തന്നെയായിരുന്നു നോട്ടം. വിശാൽ ബ്രോയ്ക്കേ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞത് അമ്മ കേട്ട് കാണും. ഗായത്രിയമ്മയുടെ ഒരു സാധനവും ബ്രോയ്ക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ല. ഇത് വിശാൽ ബ്രോയുടെ കയ്യിലെത്തണം. അതിനാ ഞാനിത് ഒളിപ്പിച്ചു വെച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലായിടത്തും സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. മോളുടെ നിറത്തിലും കുടുംബത്തിലും ഒക്കെ ഞാൻ കുറ്റം കണ്ടെത്തി. മോളി അമ്മയോട് ക്ഷമിക്കണം. അയ്യോ, അമ്മ പറഞ്ഞു എന്നെ കരയിക്കല്ലേ. നാളെ തിരുമുൽപ്പാട് തിരുമേനി വന്ന് ജാതകമൊക്കെ നോക്കിയിട്ട് സമയം കുറിക്കും. എന്നെ സംബന്ധിച്ച് ആ സമയം അതാണ് നിങ്ങളുടെ കല്യാണ സമയം. മോളും അഖിയും തമ്മിൽ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും ഇനി നടക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ കല്യാണമെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക. അന്നാ അഖി മോളുടെ കഴുത്തില് താലി കെട്ടുന്നേ. അന്നാ കയ്യില് പാലുമായിട്ട് മോൾ അഖിയുടെ ജീവിതത്തിലേക്ക് കടന്നെല്ലാം പോകുന്നത്. എനിക്കും അങ്ങനെ തന്നെ അമ്മ. അമ്മയുടെ അനുഗ്രഹത്തോടെ നടക്കാൻ പോകുന്ന ഈ താലികെട്ടായിരിക്കും എന്റെ യഥാർത്ഥ വിവാഹം. അമ്മ പറഞ്ഞതുപോലെ അന്ന് മുതലാ എന്റെ വിവാഹ ജീവിതം തുടങ്ങാൻ പോകുന്നത്. ആ ദിവസത്തിന് വേണ്ടിയാ ഞാനും ഇപ്പൊ കാത്തിരിക്കുന്ന. എന്റെ 3 മരുമക്കളെ, അല്ല മക്കളെ, ഞാൻ 2 തട്ടിലായിട്ടാ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നേ. ഐശ്വര്യ അമൃത ഒരു തട്ടിലും മോളെ മറ്റൊരു തട്ടിലും. അവരുടെ കാര്യങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും ഒക്കെയാ ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തോണ്ടിരുന്നേ. അമ്മ ദയവ് ചെയ്താതൊന്നും ഇപ്പൊ പറയണ്ട. ഈ ദിവസം ഞാനതൊക്കെ മറന്നു കഴിഞ്ഞു. അമ്മ പറഞ്ഞ പോലെ ഇനി നടക്കാൻ പോകുന്നതല്ലേ കല്യാണം. ഞാൻ ആ ദിവസത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഹലോ, എന്താണ് ഒരു രഹസ്യം പറച്ചില്?
അമ്മയ്ക്കും മകൾക്കും പലതും പറയാൻ കാണും. ആ അതിനിടയ്ക്ക് നിന്നെ ആരെയും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അത് ശരി. അപ്പൊ ഞാനാണ് ഔട്ട്. ഞാൻ പോയേക്കാം. നിക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങളുടെ കല്യാണക്കാര്യം പറയായിരുന്നു. നാളെ തിരുമൽപ്പാട് തിരുമേനി കുറിക്കാൻ പോകുന്ന സമയം നിങ്ങളുടെ യഥാർത്ഥ കല്യാണ സമയമായി ഞാൻ കാണുന്നത്. അതേക്കുറിച്ച് പറയായിരുന്നു. എന്തായാലും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരേ ദമ്പതിമാർക്ക് 3 കല്യാണം. ആര് പറഞ്ഞു 3 കല്യാണം? ഒരു കല്യാണം. ഈ കല്യാണം മാത്രമേ കല്യാണമായിട്ട് ഞാനും അമ്മയും അംഗീകരിക്കൂ. അല്ലേ അമ്മ? പിന്നല്ലാതെ. കല്യാണത്തിനുള്ള വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ ഞാനാ കേട്ടോ സ്പോൺസർ ചെയ്യുന്നേ. താങ്ക് യു. അമ്മ, ഞാൻ നേരത്തെ ഐശ്വര്യടുത്തിയിട്ട് തർക്കിക്കേണ്ടി വന്ന സാഹചര്യം അറിയാലോ. എനിക്ക് ഐശ്വര്യടുത്തിയിട്ട് ഒരു വിരോധമില്ല. അതോർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട. ഐശ്വര്യയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. മക്കള് ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മി വിചാരിക്കും പോലെ അല്ല കാര്യങ്ങള്. തലപ്പത്തെത്തിക്കഴിഞ്ഞ പിന്നെ അവൾക്കും നല്ല സ്വാധീനമൊക്കെ വരും. പിന്നെ അവളെ ഒതുക്കാൻ എളുപ്പമല്ല. എടി മോളെ, നീ പേടിക്കാതെ. അന്ന് ക്ലബിൽ അവള് പാടാൻ വന്നു. എന്തുകൊണ്ടാ? പേടിച്ചിട്ട്. ദൈവത്തെ പേടിച്ചിട്ട്. നമ്മൾ കൊട്ടേഷൻ കൊടുത്തിറക്കിയ സന്യാസി പറഞ്ഞ കാര്യങ്ങൾ അവളെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇനി അവള് നമ്മളെ വിട്ടു പോവില്ല. സർ, വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. അടങ്ങി നിൽക്കാനാ പറഞ്ഞ. നിക്ക് ശമേ, ഓടാൻ ശ്രമിക്കരുത്. ശമേ, അവിടെ നിൽക്കാനാ ഞാൻ പറഞ്ഞ. ഇല്ല സർ, സർ, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ശമേ, മര്യാദക്ക് ഇങ്ങോട്ട് വരാനാ ഞാൻ പറഞ്ഞ. സർ, ഞാൻ പറയട്ടെ. സർ, വേണ്ട. ആ ശമേ, ഇവിടെ വരാനാ ഞാൻ പറഞ്ഞത്. സർ, സർ, വേണ്ട. എന്നെ അങ്ങോട്ട് വരുത്തരുത്. സർ, പ്ലീസ് സർ. വരില്ല. ഇവിടെ വരാനാ ഞാൻ പറഞ്ഞത്. എന്നെ ഓടിക്കരുത്. ഞാൻ പറയുന്ന കേക്ക്. അവിടെ നിൽക്കാനാ ഞാൻ പറഞ്ഞ. സർ, ഞാൻ പറയട്ടെ. എന്നിട്ട് ഓടിക്കരുത്. എനിക്ക് ദേഷ്യം വരും കേട്ടോ. പ്ലീസ് സർ, പ്ലീസ്. ഞാൻ തളർന്നു, അതുകൊണ്ടാ. ഞാൻ തൊഴുവാ, പ്ലീസ്. ശരി ശരി, താൻ എന്നെ തൊഴുവൊന്നും വേണ്ട. ഒഫീഷ്യലി താനിപ്പോ എനിക്ക് മുകളിലല്ലേ. അതുമല്ല, ശ്യാമ പറയുന്ന അനുസരിച്ചോളന്നാ ഇവിടുത്തെ തീരുമാനം. അത് ഞാൻ അങ്ങ് അനുസരിച്ചേക്കാം. നിക്ക്. പക്ഷെ മാഡം, ഞാനൊരു ഭർത്താവാണ്. ഭർത്താവിന് ഭാര്യയിലും ഭാര്യയ്ക്ക് ഭർത്താവിലും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് നിഷേധിക്കരുത്. അറിയാം സർ, തീർച്ചയായിട്ടും അറിയാം. എന്തായാലും നാളെ തിരുമൽപ്പാട് തിരുമേനി വന്ന ജാതകം നോക്കി ദിവസം പറയുമല്ലോ. അതുവരെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ച് തന്നെ പോണം. അതിന് സാർ എന്നെ അനുവദിക്കണം. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതേ എന്നെ അമ്മ അംഗീകരിച്ചനോ എനിക്കിവിടെ അധികാരം കിട്ടിയതിനൊന്നും അല്ല. കൃഷ്ണ തുളസിയുടെ പാട്ട് കേട്ടതുപോലും അല്ല. എന്നെ സന്തോഷിപ്പിച്ചതേ ഞാനും സാറും ജീവിതത്തിൽ ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതാ. അമ്മ അത് പറഞ്ഞത് മനസ്സ് നിറഞ്ഞാ ഞാൻ കേട്ടു നിന്നത്. ഒരുപാട് കാലമായിട്ട് ഞാൻ കാണുന്ന സ്വപ്നം സത്യാവാൻ പോകുന്നത്.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെ നമ്മുടെ കുഞ്ഞായനെ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. കള്ളക്കുഞ്ഞ് ഉറങ്ങുന്നോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ എടുത്ത് ഈ വീട് മുഴുവൻ ഓടി നടന്നേനെ. ശരിയാ, നിങ്ങൾ നോക്കിക്കോ, കുഞ്ഞൻ ഉണർന്നു കഴിഞ്ഞാ ഇനി ഞാനാ അവനെ എടുക്കുന്നേ, വേറെ ആർക്കും തരില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മുടെ കാശി കൊച്ചു കുഞ്ഞല്ലേ, ഇപ്പൊ അവനെ അങ്ങനെ എടുത്തോണ്ട് ഓടാനൊന്നും പറ്റില്ല. കാശിയോ? അതാരാ? അത് മനസ്സിലായില്ലല്ലോ. ആ, അത് നിങ്ങൾ മറന്നോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ അത്താഴം കഴിക്കുമ്പോ പറഞ്ഞുറപ്പിച്ചത്? മേഘനാഥന് മകൻ പിറക്കുമ്പോ കാശിനാഥൻ എന്നാണ് നമ്മളെ പേരിടാൻ പോകുന്നതെന്ന്. ആ, അത് ശരിയാ, അന്ന് ഏട്ടനും ഉണ്ടായിരുന്നു. ആ, ഓർമ്മയുണ്ട്. പേരൊക്കെ സമ്മതിക്കാം, പക്ഷേ മറ്റേ കാര്യം സമ്മതിക്കാൻ പറ്റില്ല. ഏത് കാര്യം? നമ്മുടെ കുഞ്ഞുമോൻ കോട്ടയ്ക്കൽ അംശത്തിലാണെന്നുള്ള കാര്യം. ഇവൻ തൃപ്പങ്കോട്ട് അംശത്തിന്റേതാ, തൃപ്പങ്കോട്ട് തറവാടിന്റെ സ്വത്ത്. നമ്മുടെ അച്ഛന്റെ പാരമ്പര്യം, അത് മാത്രം അമ്മ വിട്ടുകൊടുക്കരുത്. എന്താ, സമ്മതിച്ചോ? അതിലിത്ര സമ്മതിക്കാൻ എന്താ ഉള്ളത്? ഞാനും പറഞ്ഞതല്ലേ ഈ കുഞ്ഞ് നമ്മുടെ അച്ഛന്റെ പുനർജന്മമാണെന്ന്. നമ്മുടെ കുഞ്ഞൻ തൃപ്പങ്ങോട്ടെ കാരണവരാ, കോട്ടയ്ക്കൽക്കാരുടെ അല്ല. വളരെ നല്ല കാര്യം. വാക്കാണല്ലോ. വാക്ക്. പോകല്ലേ, നിക്കവിടെ. ആഹാ, നിങ്ങളെന്താ അവിടെ നിന്ന് കളഞ്ഞ? വരൂ, അകത്തേക്ക് വരൂ. ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ എന്തോ ഗഹനമായ ചർച്ചയിലായിരുന്നു. അതിനെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി. ഏയ്, അങ്ങനെ വലിയ ചർച്ചയൊന്നുമില്ല. കുഞ്ഞിന്റെ ഭാവി എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു. അതിനാദ്യം വേണ്ടത് ഉടനെ ഈശ്വരിയമ്മയെ വിളിച്ച് കുഞ്ഞിന്റെ ജാതകം എഴുതിക്കണം. ഇപ്പൊ തന്നെ വിളിപ്പിക്കണം. അതിപ്പോ അവരേതോ തീർത്ഥാടനത്തിന് പോയിന്നല്ലേ പറഞ്ഞത്? ഏയ്, അതൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. ചിലപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മ. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ രാധയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം ഈശ്വരി അമ്മയെ വിളിക്കാൻ. മോളെ രാധേ, നീ അമ്മയുടെ ആശ്രമം വരെ ഒന്ന് പോണം. ഞാൻ പ്രസവിച്ചോന്ന് പറഞ്ഞാ മതി, ഈശ്വരി അമ്മ ഓടി വന്നോളൂ. ശരി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനോഹരേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനാണെങ്കിലേ മനോഹരേട്ടൻ വേറെ ജോലി നോക്കിക്കോ. വേറൊരു പണി നിനക്ക് അറിയില്ല മുതലാളി. അറിയില്ലെങ്കിലേ വീട്ടിലിരുന്നോ, അതാ നല്ലേ. വീട്ടിലിരുന്ന് ആര് ശമ്പളം തരില്ല, അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അവരെന്തുകൊണ്ട് നമുക്ക് പൈസ തരാഞ്ഞേ? നമ്മുടെ സർവീസ് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ? അവര് പറയുന്നത് സത്യമല്ല. സത്യമാണെങ്കിലും അല്ലെങ്കിലും പൈസ കിട്ടുന്നൊന്നുമില്ലല്ലോ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ മുതലാളി. ഇനി എന്തോന്നാ പറയാനല്ലേ? നമുക്കൊരു 5 ഗുണ്ടകളെ ഇറക്കാം. ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ? ഉള്ള കണക്ഷനോടെ കളയാനാണോ ഉദ്ദേശം? എനിക്ക് വേറെ ഒന്നും പറ്റൂല മുതലാളി. അതന്നെ ഞാൻ പറഞ്ഞു, പോയി വീട്ടിലിരുന്നോന്ന്. വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്റെ മുതലാളി പോലും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞറിയോ? എന്റെ അമ്പിളി മുതലാളി, എന്റെ സ്വന്തം. എന്നിട്ട് ഇപ്പൊ അമ്പിളി മുതലാളി എവിടെ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഗൾഫിൽ പോയിരുന്ന വെയിൽ കൊള്ളുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ കൺമുമ്പിന്ന് പൊക്ക വരേക്ക്. ഞാൻ പോവൂല. എന്താ ഷൈന മുതലാളി, എന്ത് പറ്റി? ചേച്ചി,
അല്ലെങ്കിൽ തന്നെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. മനോഹരോ, എന്തുവാടാ ഇവിടെ പ്രശ്നം? ഒന്നും പ്രശ്നമില്ല, വെറുതെ ചീത്ത പറയുന്നുണ്ടോ? പാവടി, എന്തിനാണ് എന്നെ വെറുതെ ചീത്ത പറയുന്നേ? ഒരു പ്രശ്നം ഇല്ലാന്നോ? അച്ഛൻ കേക്കണം. ഇന്ന് മീനാക്ഷി ബുക്കിലെ 5 വീട്ടിലെ കേബിളിന്റെ പൈസ പിരിക്കാൻ പോയി. ആ 5 വീട്ടിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഞങ്ങളുടെ സർവീസ് ശരിയില്ലാന്ന്. നിനക്ക് പിന്നെ എന്തുവാടാ ഇവിടെ പണി? എന്റെ അച്ഛാ, ആ മീനാക്ഷി ബുക്ക് എടുത്ത് 5 വീട്ടുകാർക്ക് ഈ ഷാഹിന് മുതലടിക്കാൻ കാര്യം അറിയാത്തോണ്ടാ. സത്യം. മനോരേട്ടാ, മതി, നിർത്തിക്കോ കേട്ടോ. ഇല്ല, ഞാൻ ആ സത്യം പറയും. മീനാക്ഷി ബുക്കിലെ പാലത്തിന്റെ ജംഗ്ഷൻ ബോക്സ് തകരാറിലാണ്. അപ്പൊ അത് മാറ്റി വെച്ചാ പോരെ? ആടെ സോഷ്യൽ എനിമീസ് ഉണ്ട്. സോഷ്യൽ എനിമീസ്, സാമൂഹ്യ വിരുദ്ധര്. വൈകുന്നേരം ആകുമ്പം ഈ പാലത്തിനടിയിൽ കുറച്ചാൾ വെള്ളം കുടിക്കും. അപ്പൊ അവർക്കൊരു ഹോബി ഈ ജംഗ്ഷൻ ബോക്സ് എടുത്തിട്ട് തോട്ടിലിടല്. അപ്പൊ ഏടി TV കാണൂല. ഇതാണ് സംഭവം. ചുമ്മാ നിന്നങ്ങ് ഓരോ കാരണങ്ങൾ പറയുവാണേ. അച്ഛാ, ഈ പറയുന്നത് മൊത്തം നുണയാ. ആ മീനാക്ഷി ബുക്കിലെ ആൾക്കാരുടെ വായിലിരിക്കുന്നതിന് ഞാൻ കേൾക്കാനൊന്നും ബാക്കിയില്ല. അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ജംഗ്ഷൻ ബോക്സിൽ ഒരു കുഴപ്പമില്ല, ആരും എടുത്ത് വെള്ളത്തിൽ ഇടാറില്ല, അതൊക്കെ പറഞ്ഞ് എന്നെ നിർത്തി പൊരിച്ചു. ഇതിനൊക്കെ ആരാ കാരണം? ഈ നിൽക്കുന്ന മനോഹരനല്ലേ നമ്മുടെ ടെക്നീഷ്യൻ. ഒരു ടെക്നിക്കും ഇല്ലാത്ത ഒരു ടെക്നീഷ്യൻ വന്നിരിക്കുന്നു. അച്ഛാ, മര്യാദയ്ക്ക് പറഞ്ഞുവിടാൻ നോക്കിക്കോ. സമാധാനായല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവിടെ അങ്ങനെ സാമൂഹ്യ വിരുദ്ധര് ജംഗ്ഷൻ ബോക്സ് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ ആര് പോവും? മനോഹരൻ പോണം. ഞാൻ പോവൂല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ സോഷ്യൽ എനിമീസ് അറിഞ്ഞാൽ അവര് വൈകുന്നേരം ജംഗ്ഷൻ ബോക്സ് തോട്ടിലിടുന്നുണ്ടല്ലോ, അതുപോലെ എന്നെ പറക്കെ തോട്ടിലിടും. പിന്നെ അവർക്ക് അതായിരിക്കും ഹോബി. എന്നെ കിട്ടൂലായിരുന്നു. അച്ഛാ, ഇത് അവള് പറഞ്ഞ പോലെ കള്ളത്തരാട്ടോ. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാ നമുക്കുള്ളൂ. എന്തേ കള്ളത്തരം? അച്ഛാ, എന്താണ്? നിങ്ങളെ പൊന്നു പോലത്തെ മനോഹര ഒരു കാര്യം ചോദിച്ചോട്ടെ? AC ഇല്ലാത്ത ഈ നാടും ഈ കേബിൾ എല്ലാവർക്കും മടുത്തു. അമ്പിളി മുതലായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് തരാൻ പോരാ, അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്. അവൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ടിക്കറ്റ് എടുക്കാൻ കാച്ചില്ലാണ്ടിരിക്കുക. പിന്നെ ഇയാടെ കാര്യം നീ ആദ്യം പോയ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ നോക്കണം മനോഹര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.